നമ്മൾ പപ്പായ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പപ്പായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് അമ്മാമയ്ക്ക് വേണ്ടി നമ്മൾ ജ്യൂസും കൂടി അടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ജ്യൂസ് അടിച്ച് അത് ഗ്ലാസ്സിലേക്ക് പകർത്തി കോരി കഴിക്കാൻ പാകത്തിനുള്ള ജ്യൂസാണ്. അതുകൊണ്ടാണ് സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ നേരെ പള്ളിയിൽ പോയി അച്ഛനെയൊക്കെ കണ്ട് സംസാരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വന്നത് ശരവണയിലേക്കായിരുന്നു. ഞാനപ്പോൾ അവിടുത്തെ ഫുഡ് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ചേട്ടനിരുന്ന് മസാല ദോശയൊക്കെ കഴിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ആദ്യം വന്നു ചട്നിയാണ് കേട്ടോ ആദ്യം വന്നത്. അത് കഴിഞ്ഞ് സാമ്പാർ വന്നു. അത് കഴിഞ്ഞിട്ട് പൂരി വന്നു. ഞാൻ ഓർഡർ ചെയ്ത പൂരിയായിരുന്നു. പൂരിയാണ് നല്ല ബലൂൺ പോലെ നല്ല സൂപ്പറായിട്ട് വീർത്തിരിക്കുന്നു. നല്ല ചൂട്, തൊടാൻ പറ്റണില്ല അത്രയും ചൂട്. അത് കഴിഞ്ഞ് മസാല ദോശ വന്നു. അതൊക്കെ ചട്നി കൂട്ടി അതും കഴിച്ചു. ലാസ്റ്റ് ഞാനൊരു ഇഡ്ഡലിയും കൂടി ഓർഡർ ചെയ്തിട്ട് എനിക്കൊരു കൗതുകം ഇഡ്ഡലിയും കൂടെ കഴിക്കാൻ വേണ്ടി. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നോക്കിയപ്പോൾ അവിടെ കുറച്ച് ബുക്സ് ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ കുറച്ച് ജീരകമുട്ട ഇരിപ്പുണ്ടായിരുന്നു. പണ്ടൊക്കെ കളർഫുള്ളായിരുന്നു ജീരകമുട്ടയൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വന്നിട്ട് എരിവറച്ചി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മുളക് കട്ട് ചെയ്തിടുന്നുണ്ട്. അതിന് മുന്നേ ഈ സവാളൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് നമുക്കിങ്ങനെ വരുന്ന വീഡിയോയിൽ ഞാനതൊക്കെ കാണിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് അതൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അരച്ച് വെച്ചിരിക്കുന്നതൊക്കെ ചേർക്കുവാണ്. കുറച്ച് മുളക് കുഴച്ച് വെച്ചിട്ടുണ്ട് വിനാഗിരിയിൽ, അത് ചേർക്കുവാണ് എരിവറച്ചിയിൽ അരപ്പിലേക്ക്. എരിവറച്ചി ഏകദേശം ആയിട്ടുണ്ട്. എരിവറച്ചി എന്നുള്ള ആ പേര് അതിന് വരാൻ കാരണം തന്നെ എരിവുള്ള കറി ആയതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളൊരു സാധനം മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കടയിൽ കയറിയപ്പോൾ ഓടിൻ്റെ ഒരുപാട് പാത്രങ്ങൾ ഇരിപ്പുണ്ട്. ഒരു ചെറിയ ഉരുളി ഞാൻ കണ്ടു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഒരു ഫ്ലാസ്ക്കാണ് മേടിക്കാൻ വേണ്ടി നമ്മൾ കയറിയത്. അപ്പോൾ നമ്മളൊരു ഫ്ലാസ്ക് കണ്ടു. അത് ഗിഫ്റ്റ് പേപ്പറിൽ നമ്മൾ റാപ്പ് ചെയ്തു. നമ്മളത് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.